ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ടൂളുമായിട്ടാണ്. അതാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ഗോള് ഒരു ഇമേജസും അഫർമേഷൻസൊക്കെ എഴുതിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബോർഡാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷൻ ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഇങ്ങനെയല്ലേ, വാട്ട് വി വിൽ ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ അവർ ലൈഫ്. അപ്പോൾ നമ്മൾ എന്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുക എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വിഷൻ ബോർഡിലൂടെ നമ്മൾ കാണുന്ന, നമ്മൾ എപ്പോഴും റൂമിലും നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ വിഷൻ ബോർഡ് ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എല്ലാം നമ്മൾ ഇത് വാൾപേപ്പറൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തായിരിക്കും? ഈ വിഷൻ ബോർഡിലെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ വിഷൻ ബോർഡിലെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുമ്പോൾ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും. ഓക്കെ, ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എബ്രാമിക്സിൻ്റെ 17 സെക്കൻഡ് റൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് 17 സെക്കൻഡ് മുതൽ 68 സെക്കൻഡ് വരെ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ദിവസം തന്നെ നമ്മൾ 60,000-ത്തിലധികം നമ്മൾ ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ 17 സെക്കൻഡ് മുതൽ 68 സെക്കൻഡ് വരെ മാത്രം നമ്മൾ ഒരു കൃത്യമായി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇതും വരാതെ നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുന്നതാണ് എബ്രഹാം ഹിക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിഷൻ ബോർഡിലേക്ക് വരാം. ഈ വിഷൻ ബോർഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ലക്ഷ്യം നടക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം നമ്മൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡയറക്ഷൻസ് മാറ്റി കൊടുക്കണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത് ഈ വിഷൻ ബോർഡിലൂടെ. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതിനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഗോള് നമുക്ക് ഉണ്ടാവും ഓൾറെഡി, അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗോള് ഉണ്ടാക്കിയെടുക്കുക. അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാവുകയോ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ്, അഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പിക്ചേഴ്സും അഫർമേഷൻസൊക്കെ നിങ്ങൾ എങ്ങനെ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പല പാർട്ടായിട്ട് നമുക്ക് തരംതിരിക്കുക. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് 6 പാക്ക് വേണമെന്നുള്ളവരുണ്ടായിരിക്കും, പിന്നെ നല്ല വയറ് കുറക്കണം എന്നുള്ളവരുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ മാറണം എന്ന്, അതായത് ഹാപ്പിനെസ്, ലവിങ്, കോൺഫിഡൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് എവിടെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ എങ്ങോട്ടൊക്കെ യാത്ര പോകണം, പിന്നെ എന്തൊക്കെ നമുക്ക് വാങ്ങണം, ഒരു ബൈക്കാണോ, കാറാണോ, ഫോണാണോ, ഐഫോണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഓരോരോ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള നല്ല നല്ല ഫീലിങ്സ് തരുന്ന ഇമേജസ് നമ്മളത് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ മാഗസിനിന്നോ ഒക്കെ കളക്ട് ചെയ്ത് അത് നിങ്ങൾക്ക് അടുത്തുള്ള കടയിൽ നിന്നൊക്കെ പ്രിൻ്റ് ചെയ്ത് നമുക്ക് അത് കട്ട് ചെയ്ത് നിങ്ങൾ ചുമരുമ, അതായത് വീട്ടിൽ റൂമിൽ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അത് പറ്റണമെന്നുണ്ടായിരിക്കില്ല. അതായത് പ്രൈവസി ഉണ്ട്, അതായത് നമുക്ക് നമ്മുടെ ഗോളാണല്ലോ അവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ വീട്ടുകാർ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അയൽവാസികൾ, ഇങ്ങനെ ഉള്ളവരൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതൊക്കെ കാണില്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് വീട്ടിൽ ഫ്രിഡ്ജിൽ വെക്കാം, നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ വെക്കാം, ബാത്റൂമിൽ വെക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ
എവിടെയൊക്കെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് വെക്കാവുന്നതാണ്. ഇനി അല്ലാത്തവർ അങ്ങനെ വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഫോണിൽ വാൾപേപ്പർ ആക്കിയിട്ട് വെക്കാം, പിന്നെ ബാഗിൽ വെക്കാം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഈ വിഷൻ ബോർഡ് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കാണുകയും അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കളക്ട് ചെയ്തതായിട്ടുള്ള അഫർമേഷൻസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ബോർഡിൽ ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് ആപ്സ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും രാവിലെയും രാത്രിയും നിങ്ങളൊരു 10 മിനിറ്റ് ഈ വിഷൻ ബോർഡിൻ്റെ മുന്നിൽ പോയി നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചുമരുമലാണെങ്കിൽ വിഷൻ ബോർഡിൻ്റെ മുന്നിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഫോണാണെങ്കിൽ ആ ഫോണ് നിങ്ങൾ കൈ പിടിച്ച് ഒരു സെൽഫി എടുക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതിനനുസരിച്ച് അവിടെ ഉള്ള അഫർമേഷൻസൊക്കെ പറയുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ കാറൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആ കാറിൽ ഇരിക്കുന്നതും നിങ്ങൾ അതിൽ ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യുന്നതും നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് ആ ഫീലും കൂടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അത്രയും ഫീലിങ്ങോട് കൂടി നിങ്ങൾ ആ വിഷ്വലൈസ് ഒന്ന് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് നമുക്ക് എന്താണ് വേണ്ടത് അതിലോട്ട് നമ്മൾ ചെയ്യുന്നതിലോട്ട് നിങ്ങളുടെ ബ്രെയിന് ഇങ്ങനെ മാറി വരും. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് വിശ്വാസം, അതായത് നമ്മുടെ ഗോളൊക്കെ കുറച്ച് വലിയ ഗോളാണെന്ന് ഒക്കെ ഉള്ള ഒരു വിശ്വാസമില്ലായ്മ ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസമൊക്കെ താനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഗോളും ഏത് തരത്തിലുള്ള ഗോളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ ഒരു ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡേറ്റൊക്കെ ഇടുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഒരുപാട് ആൾക്കാർ ടൈമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റം ചെയ്ത് നല്ല അഫർമേഷൻ നല്ല പിക്ചേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾ എവിടേക്കാണോ അധികം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയൊക്കെ നിങ്ങളുടെ വിഷൻ ബോർഡ് കൊണ്ടുവെക്കുക. അപ്പോൾ എല്ലാവർക്കും അത് കണ്ട് നിങ്ങളുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.